ഹായ് ഫ്രണ്ട്സ്, RR വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വാഷ് ചെയ്യുന്ന മീനിൻ്റെ പേരെന്താ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ഇവിടെ കിളിമീൻ എന്നാണ് ഇതിന് പറയുന്നത്. കിളിമീൻ കൊണ്ടൊരു കറിയാട്ടോ നമ്മൾ ഇന്ന് വെക്കുന്നത്. കിളിമീൻ മാത്രമല്ല, 1 കിലോ അയില നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ കിളിമീൻ നമ്മൾ വെട്ടി ഫ്രൈ ആക്കി വാഷ് ചെയ്ത് മാറ്റി വെച്ചു. ഈ കിളിമീൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. കുടംപുളി ഒരു 3 പീസ്, അത് നമ്മൾ നല്ല പച്ചവെള്ളത്തിലിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കുക. അതിന് ശേഷം നമുക്ക് ചെറുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ഇത്ര ഇൻഗ്രീഡിയൻസ് മതി. ആവശ്യത്തിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ചേർത്ത കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഫ്രണ്ട്സ്. അതിനുശേഷം ഒരു ചെറിയ പാത്രത്തിൽ നമുക്ക് കടുകും ഉലുവയും നമുക്ക് എടുക്കാം. അതിനുശേഷം നല്ല മൺചട്ടിയിൽ നല്ല പച്ച വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണ ഉപയോഗിച്ച് നമുക്കത് കടുക് പൊട്ടിച്ചെടുക്കാം. അങ്ങനെ കടുക് പൊട്ടിച്ച് അതിൻ്റെ അകത്തേക്ക് 2 കഷ്ണം മുളകിട്ട് കുറച്ച് സവോള വഴറ്റാനായിട്ട് ഇട്ടിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, അതുപോലെ കറിവേപ്പില ഇതിട്ട് നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് തക്കാളി, നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഒരു പീസ് തക്കാളി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ആ മുളക് പൊടി നന്നായിട്ട് ഇളക്കിയിട്ട് ആ പുളിയും അതിൻ്റെ വെള്ളവും കൂടെ നമുക്ക് ഈ മസാലയിലേക്ക് ചേർക്കുവാനായിട്ട് കഴിയും. അങ്ങനെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വരുന്ന സമയത്ത് നമ്മുടെ ഈ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള മസാല നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ആവി കയറി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് തിളയ്ക്കാനായിട്ട് നമുക്കത് വിടാം. നന്നായിട്ട് എല്ലാം നല്ല തിള വരുന്ന സമയത്ത് ഇതുപോലെ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ മീൻ പീസുകൾ അതിലേക്ക് പറക്കിയിട്ട് കൊടുക്കാം. കൈ കൊള്ളാതെ നമ്മൾ സൂക്ഷിച്ച് മീൻ കഷ്ണങ്ങൾ പറക്കിയിട്ട് കൊടുക്കുക. അങ്ങനെ പറക്കി നന്നായിട്ട് തിളച്ച് നല്ല തിള വരുന്ന സമയത്ത് അത് നന്നായിട്ട് ഇളക്കി പൊടിയാതെ ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില, പച്ച കറിവേപ്പില ഇടുക. അതിനുശേഷം നല്ല വെളിച്ചെണ്ണ 1 സ്പൂൺ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് അത് മൂടി ഒരു 3 മിനിറ്റോളം നമ്മൾ വെക്കുക. ഇനി കഴിക്കാൻ നേരത്ത് നമുക്കത് ഓപ്പൺ ചെയ്താൽ മതി. ഇനി നമുക്ക് അയില വറുക്കാം. അയിലയിലേക്ക് വരുമ്പോൾ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ചുവന്ന മുളക്, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ 1 പീസ് നാരങ്ങ, ഇത്രയാണ് നമ്മൾ ഇതിൽ ചേർക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ ചേർത്തതിന് ശേഷം ഏകദേശം 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മളെടുത്ത് ഇത് ഫ്രൈ ചെയ്യുകയാണ് ഉണ്ടായത്. ഏകദേശം 5 മിനിറ്റ് നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇന്നത്തെ അത്താഴം കഴിക്കാനായിട്ടിരിക്കുക കേട്ടോ. നല്ല വടിമട്ട റൈസും അതുപോലെ കിളിമീൻ കറി, നമ്മൾ വറുത്ത അയല ഫ്രൈ, അതുപോലെ തോരൻ, പിന്നെ സവോള, കുക്കുംബർ, അതുപോലെ തന്നെ ഉപ്പിലിട്ട ചൊറിക്കയിലിട്ട നമ്മുടെ കാന്താരി മുളക്, അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മീൻ കറി റെഡി. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം 2 ആപ്പിളും കട്ട് ചെയ്ത് കഴിച്ചു ഗൈസ്. ഇനി നിങ്ങൾക്ക് പറയാം, ഞങ്ങളുടെ മീൻ കറി ഇഷ്ടമായെങ്കിൽ, ഈ കിളിമീൻ കറി നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.